ഹലോ, ഗുഡ് ഈവനിങ്. പെരിങ്ങത്തൂരിലൂടെയുള്ള കറക്കമൊക്കെ കഴിഞ്ഞ് കരിപ്പുള്ളിയിൽ നിന്ന് ഊണും കഴിച്ച് ഉറക്കവും കഴിഞ്ഞ് നേരെ ഞാൻ വന്നത് കാവിലേക്കാണ്. ഇന്ന് ഇവിടെ വെച്ചിട്ടാണ് തിറ തുടങ്ങുന്നത്. തമ്പ്രാട്ടിയുടെ കഥ ഞാൻ പറഞ്ഞു നിർത്തിയിരുന്നു, അതിലേക്ക് വീണ്ടും തിരിച്ചു പോവാണ്. നമ്മൾ ഇവിടെ ഒരു 11 നാൾ വരും. നമ്മൾ ഓർമ്മത വെച്ച കാലം മുതലേ നമ്മൾ ഇതിൽ തന്നെയാണ്. ഇവർ ഓർമ്മത വെച്ച കാലം മുതലേ ഇവരെൻ്റെ കൂടെ തന്നെയാണ്. ചെറുപ്പം മുതലേ തന്നെ നമ്മൾ ഇതിലെ. തെങ്ങിൻ്റെ ഒന്നും കളയാനില്ല. കുരുത്തോലായാലും പാന്ത ആയാലും ഇളനീരായാലും തേങ്ങയായാലും ചകിരി ആയാലും എല്ലാം ഈ ഉത്സവത്തിന് വേണം. ഒന്നും കളയാനില്ല. ഇവിടെ നിർമ്മലത്ത് മുച്ചിലോട്ട് ഭൗതിക കോലം കിട്ടുന്നത് പ്രദീപങ്ങളിലൂടെ. അപ്പം ഇപ്പറ ചെയ്തത് സജീവം നണിയൂർ നമ്പറം നമ്മളെ മുച്ചിലോട്ട് കാവിൻ്റെ ആദ്യ സ്ഥാനം. ആദ്യമല്ല വയ്യത്തെ സ്ഥാനം ആദ്യത്തെ കളിയാണ്. തെയ്യാൻ കൊട്ടാൻ തുടങ്ങിയിട്ട് ഒരു 30 വർഷമായി. തൊട്ടെ നമ്മൾ പാരമ്പര്യമായിട്ടുള്ള ആളുകളാണ്. അച്ഛൻ അച്ചപ്പൻ ചെറുതിലേ ഇവരെപ്പുറം വെറുതെ പോകും. സ്കൂളൊന്നും ഇല്ലെങ്കിൽ വെറുതെ പോകും. അപ്പം അങ്ങനെ ഇതിനോടൊരു അടുപ്പം പണ്ടേ ഉണ്ട്. പുതിയ തലമുറക്കാരൻ കുറവാണ്. വലിയ പരിപാടിക്കൊന്നും ആളില്ല. കഴിഞ്ഞാൽ എന്താകുമെന്ന് കണ്ടറിയേണ്ടി വരും. ഇത്തരം കാര്യത്തിനെല്ലാം ഇതെല്ലാം റോങ് പരിപാടി, വലിയ പരിപാടിയാണ്. ഇത്തരം പരിപാടിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുമുണ്ട്. എല്ലാം കുറേ ക്ഷമ ഇതെല്ലാം വേണം. കുറച്ച് ശരീരം എല്ലാം നോക്കണം. ഇപ്പോഴത്തെ കുട്ടികളൊന്നും അങ്ങനെയുള്ള ഇതൊന്നും വരുന്നില്ല. അല്ലാത്ത അവസ്ഥ നമ്മൾ മറ്റുള്ള തെയ്യങ്ങളുണ്ട് കുറേ. അതുപോലെ തന്നെ വയനാട്ടുപുരം, തെക്കങ്കരി, പുതിയ ഭഗവതി, മുത്തപ്പൻ. ഇത് കഴിഞ്ഞാൽ അതാണ് നമ്മളൊരു ജീവിത മാർഗം. നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോലെ. ഇതിപ്പോൾ മറ്റന്നാൾ വന്നാൽ നല്ലൊരു ഭക്ഷണമോ കാര്യമോ ഒന്നും കഴിക്കാനും പറ്റൂല, ഉറക്കു കഴിഞ്ഞിട്ട്. അസലും ഭഗവതി കാണാത്ത നമ്മളെ ഒരു കഴിവല്ല ഇത്. ഏറ്റവും പ്രായം കുറഞ്ഞ ആളും പിന്നെ പ്രായം കൂടിയ ആളും അല്ലേ. പുതിയ തലമുറക്കാരൊക്കെ ഏറ്റെടുക്കുന്ന കുറവാണല്ലേ, കുറവാണ്. ഒരു അഭിനവ് തുടങ്ങിയിട്ട് തെയ്യത്തിൽ വന്നത് 7ാം ക്ലാസ് പഠിക്കും. 7ാം ക്ലാസ് അതിനെപ്പറ്റി മുന്നേ സഹായിക്കുന്നുണ്ട്. തെയ്യം കെട്ടാൻ 7ാം ക്ലാസ്. ഇപ്പം എത്ര വയസ്സായി? ഇപ്പം 20 വയസ്സ്. ഏറ്റവും പ്രായം കുറഞ്ഞ അഭിനവ് ഒരു AC മെക്കാനിക്കും കൂടിയാണ്. പക്ഷെ പുള്ളിയുടെ പാഷൻ തെയ്യം തന്നെയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇതും താല്പര്യമുള്ളതുകൊണ്ട് ഇതിലും ഫുൾ ടൈം ഇൻവോൾവ്മെന്റ് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ദാസൻ വല്യച്ഛൻ പറഞ്ഞ പോലെ കളിയാട്ടത്തിൻ്റെ മാനേജർ സീറ്റിൽ ഇന്ന് അച്ഛനും മോളും മറ്റൊരു വല്യച്ഛനാണ് കേട്ടോ. തമ്പ്രാട്ടിക്കുള്ള വലിയ സ്വർണ്ണമാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചെണ്ടയുടെയും കുറങ്കുഴലിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടെ വെള്ളാട്ട് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ശരിക്കുള്ള തെയ്യം തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള ഒരു മിനി തെയ്യമാണ് വെള്ളാട്ട്.
എല്ലാ തെയ്യങ്ങൾക്കും പക്ഷേ വെള്ളാട്ട് ഇല്ല. അപൂർവം ചില തെയ്യങ്ങൾക്ക് മാത്രമാണ് വെള്ളാട്ട് ഉള്ളത്. തമ്പ്രാട്ടിയുടെ കോലം കെട്ടി ആടുന്ന ആളാണ് കേട്ടോ ഇത്. ഈ കാവിൻ്റെ പ്രധാനപ്പെട്ട ഡയറ്റിയാണ് മുച്ചിലോട്ട് ഭഗവതി അല്ലെങ്കിൽ തമ്പ്രാട്ടി. തമ്പ്രാട്ടിയുടെ തെയ്യക്കോലം പക്ഷേ ഏറ്റവും അവസാനത്തെ ദിവസമാണ് വരുന്നത്. അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ തമ്പ്രാട്ടിയുടെ സുഹൃത്തുക്കളായ മറ്റ് ഡയറ്റികളാണ് ഇവിടെ തെയ്യക്കോലത്തിൽ പെർഫോം ചെയ്യാൻ പോകുന്നത്. തോറ്റം പാട്ടാണിത്. തോറ്റം പാട്ടിലൂടെ ഈ തെയ്യത്തിൻ്റെ പ്രത്യേകതകളും കഥയും അതിൻ്റെ തുടക്കവും ഒക്കെയാണ് വിവരിക്കുന്നത്. തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്ന ആളുകൾ സ്വയം ദൈവീകമായി മാറുന്നു എന്ന വിശ്വാസമാണ് വെള്ളാട്ട് എന്ന റിച്വല്. രാത്രി മുഴുവനും നീണ്ടു കിടക്കുന്ന ഒരു റിച്വലാണ്. അതുകൊണ്ട് അത് മുഴുവനായിട്ട് കാണാനായിട്ട് നിൽക്കുന്നില്ല. നാളെ രാവിലെയോട് കൂടിയാണ് തെയ്യം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് വെളുപ്പിന് വന്ന് എഴുന്നേറ്റ് കാണേണ്ടത് കൊണ്ട് നമ്മൾ ദാസൻ വല്യച്ഛൻ്റെ വീട്ടിലേക്ക് ഉറങ്ങാനായിട്ട് പോവാണ്. വലിയ മംഗളം എങ്ങോട്ടാ പോണ? നിങ്ങൾ എവിടെ പോവാ? സമയം എത്രയായി? സമയം 5 മണിക്ക് 5 മിനിറ്റ്. 5 മിനിറ്റ്. ആദ്യത്തെ പരിപാടി എന്താണ്? ആദ്യം പോയിത്തറ. ആരാണ് അവിടെ പെർഫോമൻസ് ഇന്നത്തെ പോതിത്തറയില്? ഏത് ഭഗവതിയാണ്? നരമ്പിൽ ഭഗവതി. നരമ്പിൽ ഭഗവതി എന്ന പോതി. നരമ്പിൽ ഭഗവതി എന്ന് പറയുന്ന തെയ്യക്കോലത്തിന് രൗദ്ര ഭാവമാണ് കേട്ടോ ഉള്ളത്. തിരുമുടി അല്ലെങ്കിൽ ഈ ക്രൗൺ ധരിക്കുമ്പോഴാണ് തെയ്യം എന്ന കോൺസെപ്റ്റ് പൂർണ്ണമാകുന്നത്. ഏവരോടും അകമ്പടി പൈതങ്ങളെ, ഇന്നലെ മുന്നം കാലങ്ങളിൽ അഭിമാനത്തോടുകൂടെ നല്ലൊരു ഗുരുവിനെത്തിക്കുന്ന ആ ശിക്ഷ എന്ന പോലെ പൂർവികന്മാര് നടത്തിച്ചിരിക്കുന്ന വഴിക്ക് അല്ലേ കർത്താവേ
പിതാമഹന്മാരുണ്ടെങ്കിലും ഇന്ന് അവർക്ക് വേണ്ടി ഒരു വഴികാട്ടിയായി അവരുടേതായിരിക്കുന്ന കാര്യങ്ങൾ സമർത്ഥിക്കാനായി ഇന്ന് നിങ്ങളെ ചുമതലപ്പെടുത്തില്ലേ. ഇനി മേൽവാർ വിനോദ എന്നുള്ളത് വരുത്താകവണ്ണം അഗ്നിയിൽ പാടാത്തവളാണല്ലോ ഞാൻ അല്ലേ. ആയതുകൊണ്ട് ഇവിടെ ചെല്ലുന്നാതിക്കെങ്കിലും ഇപ്പോഴത്തെ നേരം ഞാൻ ചുരുക്കമായി കണ്ടുവെക്കാം. കാരണം ഉണ്ടല്ലോ എന്നെ കളരിയാൻ പാട് അല്ലേ. മത്സരത്തോട് മത്സരം തികയുന്ന കാലത്ത് മനസ്സ് കൊണ്ടും അനുഭവം കൊണ്ടും കണ്ടില്ലേ അമ്മേനാ അല്ലേ. ഭക്തിയോടും കൂടെ നാളെ ഈ വലിയ പരിയൊക്കെ പോയാ ഇളംബന വേണം അല്ലേ. ഇതൊക്കെ നോക്കി നടത്താൻ അല്ലേ. ആയതുകൊണ്ട് ആയുരാരോഗ്യത്തോടു കൂടാ ശമ്പൽ സമൃദ്ധിയായിട്ട് നിറഞ്ഞു കാണേണ്ടതായിരിക്കുന്ന ഭാഗ്യം ഈ മായാശരൂഢിയായിരിക്കുന്ന ജഗദമ്മ. അങ്ങനെ പോതിത്തിറയൊക്കെ കഴിഞ്ഞ് നമ്മൾ കരിപ്പുള്ളിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. രാവിലെയായി, വെളിച്ചമൊക്കെ വന്നു തുടങ്ങി. അശ്വതിയുടെ ഇളയച്ചനും ഫാമിലി എല്ലാം പോതിത്തിറ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ.